എല്ലാ കൂട്ടുകാർക്കും ലെഫ്ഷറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് +2 കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലെ ഒന്നാമത്തെ അധ്യായമായിരിക്കുന്ന ലേണിംഗ് വിത്ത് ടെക്നോളജി എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലായിക്കൊണ്ടാണ്, അഥവാ ഈ ഒരു അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാവുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ, അതേപോലെ തന്നെ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസുകൾ വരാൻ സാധ്യതയുണ്ടോ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസുകളാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ഒന്നാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളും മാത്രമായിട്ട് ഫോക്കസ് ഏരിയയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചാൽ മതിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളും ഒക്കെ നമുക്ക് നോക്കിയാലോ. അതോടുകൂടെ തന്നെ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ നമുക്ക് വളരെ ഷോർട്ടായിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിൽ കടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലെ ഒന്നാമത്തെ അധ്യായമായിരിക്കുന്ന ലേണിംഗ് വിത്ത് ടെക്നോളജി എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആൻസേഴ്സും കാര്യങ്ങളും ഒക്കെ അവിടെ ചുവപ്പ് കളറിലായിക്കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, words and phrases that have been used so often that they are no longer interesting or effective. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും അതിന്റെ ഡാഷ് എന്ന സ്ഥാനത്തായിക്കൊണ്ട് ആൻസർ ചെയ്യേണ്ടത് ക്ലിച്ചസ് എന്നാണ്. അപ്പോൾ ക്ലിച്ചസ് എന്ന് പറയുമ്പോൾ ക്ലിച്ചസ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ദാറ്റ് ഹാവ് ബീൻ യൂസ്ഡ് സോ ഓഫൺ ദാറ്റ് ദേ ആർ നോ ലോങ്ങർ ഇൻട്രസ്റ്റിംഗ് ഓർ എഫക്റ്റീവ് എന്നാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ക്ലിച്ചസ് എന്നതാണ്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഈസ് എ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് കോൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫോർമൽ words and phrases and are typically restricted to particular context or a group of people. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ഏത് തരത്തിലുള്ള ഭാഷയാണ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും എഴുതി കൊടുക്കേണ്ട ആൻസർ എന്നുള്ളത് സ്ലാങ് എന്നതാണ്. സ്ലാങ് ഈസ് എ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫോർമൽ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ആൻഡ് ആർ ടിപ്പിക്കലി റെസ്ട്രിക്റ്റഡ് ടു എ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ഓർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നാണ് എഴുതേണ്ടത്. ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഈസ് എ കോഡ് ഓഫ് ഓൺലൈൻ കണ്ടക്ട് എന്നാണ്. അപ്പോൾ ഏത് കോഡാണ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഓൺലൈൻ്റെ ആ ഒരു കോഡ് എന്ന് പറയുന്നത് നെറ്റിക്കേറ്റ് എന്നാണ്. അപ്പോൾ നെറ്റിക്കേറ്റ് ഈസ് എ കോഡ് ഓഫ് ഓൺലൈൻ കണ്ടക്ട് എന്നാണ്. ഇനി അതേപോലെ തന്നെ നാലാമതായിട്ട് ഈസ് സമ്മൺ ഹു സബ്സ്ക്രൈബ് ടു വൺസ് അപ്ഡേറ്റ്. അപ്പോൾ ഏതാണ് ആ ഒരു കാര്യം, അഥവാ എന്താണ് ഫോളോവർ എന്നത്. അപ്പോൾ ഫോളോവർ ആണ് എന്താക്കുന്നത്, ഹു സബ്സ്ക്രൈബ് ടു വൺസ് അപ്ഡേറ്റ്. അപ്പോൾ ഓരോ ആളുകളും അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്, സബ്സ്ക്രൈബ് ചെയ്യുന്ന വ്യക്തിയാണ് ആര്, ഫോളോവർ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ അഞ്ചാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഈസ് എ ഫോട്ടോഗ്രാഫ് ദാറ്റ് യു ടേക്ക് ഓഫ് യുവർ സെൽഫ് യൂഷ്വലി വിത്ത് എ മൊബൈൽ ഫോൺ. അപ്പോൾ അത് ഏത് തരത്തിലുള്ള ഫോട്ടോയാണ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് സെൽഫി ഈസ് എ ഫോട്ടോഗ്രാഫ് ദാറ്റ് യു ടേക്ക് ഓഫ് യുവർ സെൽഫ്. അപ്പോൾ നിങ്ങളുടെ തന്നെയാണ് എന്താക്കുന്നത് ആ ഒരു ഫോട്ടോ എടുക്കുന്നത്, യൂഷ്വലി വിത്ത് എ മൊബൈൽ ഫോൺ. സാധാരണയായിട്ട് മൊബൈൽ ഫോൺ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത് നമ്മുടെ ഫോട്ടോ തന്നെ എടുക്കുന്നത്. അപ്പോൾ ഏതൊരു ഫോട്ടോ എന്നാണ്, അപ്പോൾ അവിടെ എഴുതേണ്ടത് സെൽഫി എന്നാണ്. അപ്പോൾ സെൽഫി ഈസ് എ ഫോട്ടോഗ്രാഫ് ദാറ്റ് യു ടേക്ക് ഓഫ് യുവർ സെൽഫ് യൂഷ്വലി വിത്ത് എ മൊബൈൽ ഫോൺ. ഇനി അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഈസ് എ ഷോർട്ട് റിമാർക്ക് ഓർ പീസ് ഓഫ് ഇൻഫർമേഷൻ പബ്ലിഷ്ഡ് ഓൺ ട്വിറ്റർ. അപ്പോൾ ട്വിറ്ററിലൂടെ നമ്മൾ എന്താണ് പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് എന്താക്കുന്നത് ഏത് ഷോർട്ടിലാണ് അറിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ട്വീറ്റ് ഈസ് എ ഷോർട്ട് റിമാർക്ക് ഓർ പീസ് ഓഫ് ഇൻഫർമേഷൻ പബ്ലിഷ്ഡ് ഓൺ ട്വിറ്റർ. അപ്പോൾ ട്വിറ്ററിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന വിവരങ്ങളുടെ ഒരു റിമാർക്ക് അല്ലെങ്കിൽ പീസ് ആയിട്ടാണ് എന്താക്കുന്നത്, ഒരു ഷോർട്ട് പീസ് ആയിട്ടാണ് ട്വീറ്റിനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ടത് ട്വീറ്റ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ ഏഴാമതായിട്ട് ഈസ് റീപോസ്റ്റ് ഓർ ഫോർവേഡ് എ മെസ്സേജ് പോസ്റ്റഡ് ബൈ അനദർ യൂസർ. അപ്പോൾ മറ്റൊരാൾ ഉപയോഗിച്ചിരിക്കുന്ന പോസ്റ്റും കാര്യങ്ങളും നമ്മൾ എന്താക്കാണ്, അത് ഫോർവേഡ് ചെയ്യുകയാണ്. ഇനി അതെങ്കിലും റീപോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് എന്താണ് പറയുന്നത് എന്നാണ്. അപ്പോൾ അതിന് പറയുന്ന പേര് എന്ത് തന്നെയാണ്, റീപോസ്റ്റ് എന്ന് തന്നെയാണ്. അപ്പോൾ റീപോസ്റ്റ് ഈസ് റീപോസ്റ്റ് ഓർ ഫോർവേഡ് എ മെസ്സേജ് പോസ്റ്റഡ് ബൈ അനദർ യൂസർ. അപ്പോൾ മറ്റൊരാൾ ഉപയോഗിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങൾ നമ്മൾ എന്താക്കുന്നു ഒന്നുകൂടി പോസ്റ്റ് ചെയ്യുന്നതിനാണ് റീപോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ എട്ടാമതായിട്ട് ഈസ് ആൻ ഓൺലൈൻ ജേർണൽ. അപ്പോൾ ഏതാണ് ആ ഓൺലൈൻ ജേർണൽ എന്നുള്ളതാണ്. അപ്പോൾ ബ്ലോഗ് ആണ്. അപ്പോൾ ബ്ലോഗ് ഈസ്
ആൻ ഓൺലൈൻ ജേർണൽ. ഇനി അതേപോലെ തന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എനിത്തിങ് ദാറ്റ് ഈസ് ഷെയർഡ് ഇൻ സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് ഗെറ്റ്സ് പാസ്ഡ് അലോങ് ടു മെനി പീപ്പിൾസ് വെരി റാപ്പിഡ്ലി ഈസ് കോൾഡ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എന്താക്കാണ് ഓൺലൈനിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നു, സോഷ്യൽ നെറ്റ്വർക്കിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ അതെന്താണ് വേഗത്തിൽ എന്താകുന്ന ആളുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് വിളിക്കപ്പെടുന്ന പേര് എന്താണ്? അപ്പോൾ അതിന് വിളിക്കപ്പെടുന്ന പേരെന്താണ്? വൈറൽ എന്നാണല്ലോ. അപ്പോൾ എന്ത് കാര്യങ്ങളും പെട്ടെന്ന് ഉണ്ടാകുന്ന ആളുകളിലേക്ക് എത്തിച്ചേരുകയും അതെന്താണ് ആളുകൾക്കിടയിൽ പ്രചരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് വൈറൽ എന്നാണ്. അപ്പോൾ ആൻസർ ആയിട്ട് ഏതാണ്ട് കോൾ ടു വൈറൽ എന്നാണ്. ഇനി അതേപോലെ തന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ റിയൽ ടൈം ത്രൂ കമ്പ്യൂട്ടർ ഓർ സ്മാർട്ട് ഫോൺ ബൈ റൈറ്റിംഗ് മെസ്സേജ്. അപ്പോൾ സന്ദേശങ്ങൾ എഴുതിക്കൊണ്ട് സ്മാർട്ട് ഫോണിലൂടെയോ കമ്പ്യൂട്ടറിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ്. അപ്പോൾ അതിന് പറയുന്ന പേരാണല്ലോ ചാറ്റ് എന്നാണല്ലോ. അപ്പോൾ ചാറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ റിയൽ ടൈം ത്രൂ കമ്പ്യൂട്ടേഴ്സ് ഓർ സ്മാർട്ട് ഫോൺസ് ബൈ റൈറ്റിംഗ് മെസ്സേജസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ ഒരു ഫില്ലിംഗ് ദി ബ്ലാങ്ക്സിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസുകൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ഓർത്ത് വെക്കേണ്ടതും അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതുമാണ്. ഇനി അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇമാജിൻ യുവർ ഫ്രണ്ട് ഈസ് ഗോയിങ് ടു റൈറ്റ് ആൻ ഇമെയിൽ ഗിവ് ഹിം ടു അഡ്വൈസ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് എന്താണ് ഒരു ഇമെയിൽ തയ്യാറാക്കാൻ പോവുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന 2 ഉപദേശങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഉപദേശങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങൾ കൊടുക്കുക അഥവാ ഇമെയിൽ തയ്യാറാക്കുകയാണെങ്കിൽ? അപ്പോൾ ഒന്നാമതായിട്ട് യു ഷുഡ് ഹാവ് ആൻ ഇൻഫോർമേറ്റീവ് സബ്ജക്ട് ലൈൻ. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് യു മസ്റ്റ് അവോയ്ഡ് അബ്രിവേഷൻസ് ആൻഡ് അക്രോണിംസ് എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ അഡ്വൈസ് ആയിട്ട് അഥവാ ഇമെയിൽ തയ്യാറാക്കാൻ പോകുന്ന സുഹൃത്തിനിക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ് യുവർ ഫ്രണ്ട് പോസ്റ്റ് ദിസ് ന്യൂ ഫോട്ടോ ഓൺ ദി വാൾ ലീവ് എ കമന്റ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് പുതിയതായിട്ട് എന്താണ് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ കമന്റ് വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റിനും താഴെയായിട്ട് കമന്റ് കൊടുക്കേണ്ടത് എന്താണ്? ആ ഒരു കമന്റ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു കമന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എൻ അമേസിംഗ് പിക്ചർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എന്താണ് സൂപ്പർ എന്ന് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്നതാണ്, വണ്ടർഫുൾ എന്ന് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾക്ക് നമുക്ക് എന്താണ് ആ ഒരു കമന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് 1 മുതൽ 12 വരെയായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് നെറ്റിക്വെറ്റ് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നെറ്റിക്വെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നെറ്റിക്വെറ്റ് ഈസ് എ ഷോർട്ട് ഫോർ ഇന്റർനെറ്റ് എറ്റിക്വെറ്റ്. നെറ്റിക്വെറ്റ് ഈസ് എ കോഡ് ഓഫ് ഗുഡ് ബിഹേവിയർ ഓൺ ദി ഇന്റർനെറ്റ്. ഇറ്റ് ഈസ് എ സേഫ് ആൻഡ് അക്സെപ്റ്റബിൾ വേ ഓഫ് യൂസിംഗ് ഇന്റർനെറ്റ്. ഫോളോയിങ് ആർ ദ മെയിൻ നെറ്റിക്വെറ്റ്സ്. അപ്പോൾ പ്രധാനപ്പെട്ട നെറ്റിക്വെറ്റ്സ് എന്ന് പറയുന്ന താഴെ പറയുന്നതാണ്. ഒന്നാമതായിട്ട് ഡു നോട്ട് യൂസ് എ ഫേക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട്. അപ്പോൾ എന്താണ് ഫേക്ക് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഡു നോട്ട് ചാറ്റ് വിത്ത് സ്ട്രേഞ്ചേഴ്സ്. അപരിചിതമായിട്ടുള്ള ആളുകളുമായിട്ട് ചാറ്റ് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് അക്സെപ്റ്റ് ഫ്രണ്ട് ഓർ ഫോളോ റിക്വസ്റ്റ് ഫ്രം സ്ട്രേഞ്ചേഴ്സ്. അതേപോലെ തന്നെ അപരിചിത വ്യക്തികളിൽ നിന്നും എന്താണ് ഫ്രണ്ട് റിക്വസ്റ്റോ കാര്യങ്ങളോ ഫോളോ ചെയ്യാനോ മറ്റോ പാടില്ല എന്ന്. അതേപോലെ തന്നെ ഡു നോട്ട് കമന്റ് ഓൺ മാറ്റേഴ്സ് ദാറ്റ് യു ഹാവ് നോ ഐഡിയ അബൌട്ട്. നിങ്ങൾക്ക് എന്താണ് ഒരു ഐഡിയയും ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഒരിക്കൽ പോലും കമന്റോ കാര്യങ്ങളൊന്നും തയ്യാറാക്കാൻ പാടില്ല. ഓൾവേസ് യൂസ് പൊളൈറ്റ് വേർഡ്സ്. പൊളൈറ്റ് ആയിട്ടുള്ള വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എപ്പോഴും. വാച്ച് യുവർ ടോൺ ആൻഡ് യൂസ് ഡീസന്റ് ലാംഗ്വേജ്. ഡു നോട്ട് വേസ്റ്റ് ടൈം ബൈ വാച്ചിങ് സജസ്റ്റഡ് വീഡിയോസ്. ഡു നോട്ട് വേസ്റ്റ് ടൈം ബൈ സ്കിപ്പിംഗ് ഫ്രം വൺ സൈഡ് ടു അനദർ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു നെറ്റിക്വെറ്റ് എന്നതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇന്റർനെറ്റിന്റെ നല്ല സ്വഭാവങ്ങളുടെ ഒരു കോഡായിട്ടാണ് എന്താക്കുന്നത് ഇതിനെ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നതും സുരക്ഷിതമായുള്ള ഒരു വഴി തന്നെയാണ് ഈ ഒരു നെറ്റിക്വെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഒരു ഇമെയിലിന്റെ ഫോർമാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഫോർമാറ്റ് ഓഫ് ആൻ ഇമെയിൽ എന്ന ഭാഗം അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇമെയിലിൽ പ്രധാനപ്പെട്ട ഫോർമാറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമായിട്ട് ഫ്രം ആണ്. അപ്പോൾ ഫ്രമിന്റെ സ്ഥാനത്താണ് നമ്മൾ എഴുതേണ്ടത് സെൻഡേഴ്സ് മെയിൽ ഐ ഡി ആണ്, അഥവാ അയക്കുന്ന വ്യക്തിയുടെ മെയിൽ ഐ ഡി ആണ്. രണ്ടാമതായിട്ട് ടു ആണ്, റെസിപ്റ്റ്സ് മെയിൽ ഐ ഡി ആണ്, അഥവാ ആർക്കാണ് നമ്മൾ അയക്കുന്നത് അദ്ദേഹത്തിന്റെ മെയിൽ ഐ ഡി ആണ്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് കൊടുക്കേണ്ടത് സബ്ജക്റ്റ് ആണ്. റീസൺ ഫോർ റൈറ്റിംഗ് ദ മെയിൽ, ഈ ഒരു മെയിൽ തയ്യാറാക്കാനുള്ള കാരണങ്ങളാണ് എഴുതി കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ അടുത്തായിട്ട് ഗ്രീറ്റിംഗ്സ്, സാലുറ്റേഷൻസ്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും എന്താണ് ഡിസ്പ്ലേ യുവർ റെസ്പെക്ട്, നമ്മുടെ ബഹുമാനമായി അവിടെ പ്രദർശിപ്പിക്കേണ്ടത്.
ഡിയർ സർ, മാഡം എന്നിങ്ങനെയുള്ള സാലിറ്റേഷൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ഗ്രീറ്റിംഗ്സ് കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷമായിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടതാണ്. ഡിസ്കസ് ദ മാറ്റർ ഇൻ ഡീറ്റെയിൽ, വിശദമായിട്ട് കാര്യങ്ങൾക്ക് എന്താണ് ചർച്ച ചെയ്യേണ്ടതാണ്. അതിന് അവസാനമായിട്ട് ഒരു കൺക്ലൂഷൻ എത്തിച്ചേരേണ്ടതാണ്. അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് ക്ലോസിംഗ് ലൈനാണ്. ഇപ്പോൾ ക്ലോസിംഗ് ലൈൻ പ്രധാനമായിട്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്, എപ്പോഴായിട്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയർ ഫ്രം യു സൂൺ, താങ്ക് യു, റിഗാർഡ്സ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് സിഗ്നേച്ചർ ലൈനാണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് നെയിം ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഒരു ഇമെയിലിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഏത് ഇമെയിൽ തയ്യാറാക്കുന്ന സമയത്തും ഉണ്ടാകേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടതുമാണ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇമെയിൽ എഴുതുന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ആൻ ഇമെയിൽ ടു എ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ ഓഫ് യുവർ ചോയ്സ് ആസ്കിംഗ് ഫോർ ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് പ്ലേസ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ്, നിങ്ങൾ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസിൽ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നിങ്ങളൊരു ഇമെയിൽ തയ്യാറാക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇമെയിലാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇമെയിൽ തയ്യാറാക്കേണ്ടത്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആൻസർ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആൻസർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഫ്രം. അപ്പോൾ ആദ്യമായിട്ട് ഫോർമാറ്റിൽ പഠിച്ചത് ഏതാണ്? ഫ്രം ആണല്ലോ. അപ്പോൾ ഫ്രം remas@gmail.com എന്നാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ടു ആണ്. അപ്പോൾ ടുവിന്റെ നേരെ കൊണ്ട് dtpc@gmail.com എന്നാണ്. ഇനി അതേപോലെ തന്നെ അടുത്തായിട്ട് സബ്ജക്റ്റ് ആണ് വരേണ്ടത്. അപ്പോൾ വിഷയം എന്ന് പറയുന്നത് ഇൻക്വയറിംഗ് അബൌട്ട് വയനാട്, അഥവാ വയനാടിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു കത്ത് പ്രധാനമായിട്ടും തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഗ്രീറ്റിംഗ്സ് എന്നാണ് സാലിറ്റേഷൻ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് സർ എന്നുള്ളതാണ്. ഇനി അതിനുശേഷമായിട്ട് നമ്മൾ എന്താണ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പോവുകയാണ്. വി ആർ സെക്കൻഡ് ഇയർ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് ഓഫ് GSS കൊച്ചി. വി ആർ പ്ലാനിംഗ് എ സ്റ്റഡി ട്രിപ്പ് ടു വയനാട് ഓൺ October 2021. We should be grateful to you if you kindly provide us the details regarding the famous tourist destinations of Wayanad. Along with this, please send us the details of tourist packages and accommodation facilities available there. Looking forward to hear from you soon. Regards, Rima S. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ ഒരു മെയിൽ തയ്യാറാക്കുന്ന സമയത്ത് ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഫോർമാറ്റിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതേ രൂപത്തിലേക്കാണ് ഏതൊരു മെയിലുകളും നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എഡിറ്റിംഗ് ഇമെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ മെയിൽ തയ്യാറാക്കുന്ന സമയത്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എഴുതാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡോസ് ഓഫ് റൈറ്റിംഗ് മെയിൽസ് ആണ്, അഥവാ ഇമെയിൽ തയ്യാറാക്കുന്ന സമയത്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമതായിട്ട് യൂസ് ആൻ ഇൻഫോർമേറ്റീവ് സബ്ജക്ട് ലൈൻ, റൈറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ഫസ്റ്റ്, യൂസ് നമ്പേഴ്സ് ആൻഡ് ബുള്ളറ്റ് പോയിന്റ്സ് ടു മേക്ക് ദ മെസ്സേജ് ക്ലിയർ, യൂസ് സിമ്പിൾ ഗ്രാമർ, റൈറ്റ് ഷോർട്ട് സെന്റൻസ്, യൂസ് ഫോട്ടോഗ്രാഫ്സ് ടു കീപ് ദി ഇമെയിൽ ക്ലിയർ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇമെയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഡോൺസ് ഓഫ് റൈറ്റിംഗ് ഇമെയിൽസ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് റൈറ്റിംഗ് ഹലോ ആസ് യുവർ സബ്ജക്ട് ലൈൻ. അപ്പോൾ സബ്ജക്ട് ലൈനായിട്ട് ഹലോ ഉപയോഗിക്കാൻ പാടില്ല. റൈറ്റിംഗ് അബൌട്ട് ഇറലവന്റ് ഇഷ്യൂസ്, അതേപോലെ തന്നെ ഗിവിംഗ് പേഴ്സണൽ ഇൻഫർമേഷൻ ദാറ്റ് യു ഡോണ്ട് വാണ്ട് എനിവൺ എൽസ് ടു നോ. അതേപോലെ തന്നെ യൂസ് ഓഫ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടു റൈറ്റ് ഹോൾ വേർഡ്സ്, മുഴുവൻ വാക്കുകൾക്കും എന്താണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കുക. യൂസ് ഓഫ് ഡിഫറെന്റ് ഫോൺസ് ഇൻ ദ ഇമെയിൽ, വ്യത്യസ്ത ഫോണ്ടുകൾ ഉപയോഗിക്കുക. യൂസ് ഓഫ് ഇറ്റാലിക്സ്, അതേപോലെ തന്നെ ഇറ്റാലിക്സ് നമുക്ക് ഉപയോഗിക്കുക. യൂസ് ഓഫ് എക്സ്ക്ലമേഷൻ മാർക്സ്, യൂസ് ഓഫ് അബ്രിവേഷൻസ്, യൂസ് ഓഫ് അക്രോണിംസ്, യൂസ് ഓഫ് സ്മൈലീസ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, ഒരു ഇമെയിൽ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഏറ്റവും അവസാനത്തതാണ് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയ, അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഈസ് ബിക്കമിംഗ് ക്വിറ്റ് പോപ്പുലർ ദിസ് ഡേയ്സ് ബിക്കോസ് ഓഫ് ഇറ്റ് യൂസർ ഫ്രണ്ട്ലി ഫീച്ചേഴ്സ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ലൈക്ക് Facebook, Instagram, Twitter and more are giving people a chance to connect with each other across distance. The whole world is at our fingertips with the help of social media. The youth is especially one of the most dominant user of social media. All this makes you wonder that something so powerful and with such massive reach cannot be all good. Like how there are always two sides to a coin, the same goes for social media. Subsequently, different people have different opinions on this.
ഡിബേറ്റബിൾ ടോപ്പിക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്തായിട്ട് അബ്രിവേഷൻസുകളും അതുപോലെ അക്രോണിംസുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഓരോ അബ്രിവേഷൻസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അതിന്റെ അക്രോണിംസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അബ്രിവേഷൻ ആണ് ATM എന്നുള്ളതാണ്. അപ്പോൾ ATM എന്ന് വെച്ചാൽ അറ്റ് ദി മൊമെന്റ് എന്നാണ്. രണ്ടാമതായിട്ട് BRB ആണ്, അഥവാ ബി റൈറ്റ് ബാക്ക് എന്നാണ്. മൂന്നാമതായിട്ട് BTW എന്നാണ്, ബൈ ദ വേ എന്നാണ്. നാലാമതായിട്ട് OIC എന്നാണ്, OIC എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതേപോലെ തന്നെ FWD എന്നാണ്, അഥവാ ഫോർവേഡ് എന്നതാണ്. ഇനി അതേപോലെ തന്നെ FAQ അഥവാ ആസ് ഫാർ ആസ് ഐ നോ എന്നതാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് ASAP അഥവാ ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അബ്രിവേഷൻസ് കാര്യങ്ങൾ, അക്രോണിംസ് കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒരു ഇമെയിൽ എഴുതുന്ന സമയത്ത് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ലേണിംഗ് വിത്ത് ടെക്നോളജി എന്ന അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ വിദ്യാർത്ഥികളും ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.